ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് പുതിയതായിട്ടൊരു വീട് പണിയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും ഒരു ആഗ്രഹമാണ് നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അധികം ഉള്ളിൽ നല്ല സൗകര്യങ്ങളുള്ള രീതിയിൽ നല്ല വലിപ്പമുള്ള രീതിയിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം നമുക്ക് അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവരും സ്വപ്നമാണ്. അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ റൂമിൻ്റെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡുകൾ നോക്കുക. 8 മോടിയുള്ള സ്വിച്ച് ബോർഡ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാത്റൂം തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. അത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് നമ്മുടെ ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 20 സെൻറ്റിമീറ്ററിൽ 2 മോടിയുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു റൂം വലിപ്പമുള്ള റൂമായതുകൊണ്ട് റൂമിൻ്റെ നമ്മളൊരു സൈഡിലേക്കാണ് നമ്മൾ കട്ടിലിടുക ഉദ്ദേശിക്കുന്നത്, അത് ബെഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 6 അടി വരുന്ന ശേഷം സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 6 അടി കട്ടിൽ കൊടുത്തു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് വീണ്ടും ഒരു സൈഡ് ടേബിൾ കൊടുത്തു. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തു. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ബോർഡിൻ്റെ താഴെ നിന്നുള്ള അകലം എന്ന് പറയുന്നത് 65 സെൻറ്റിമീറ്ററാണ് നമ്മൾ താഴെ നിന്ന് പൊക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ വെച്ചിരിക്കുന്ന അകലം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മിറർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് നമ്മുടെ മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകളിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തേൽ നമ്മൾ കൊടുക്കുന്നത് 2 വേ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേൽ 2 വേ സെക്ഷൻ കാര്യങ്ങളെല്ലാം ഈ സ്വിച്ച് ബോർഡിലാണ് കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ വരുന്ന AC മാസ്റ്റർ സ്വിച്ച്, വേണമെങ്കിൽ നമുക്കൊരു പ്ലഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് നമുക്കൊരു എക്സ്ട്രാ പ്ലഗ് നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കുത്തുന്നതിനും അതുപോലെ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒരു കുട്ടികൾക്ക് സ്റ്റഡി ടേബിളോ ജസ്റ്റ് ഏരിയകളോ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് 110 സെൻറ്റിമീറ്റർ താഴെ നിന്നും ഫ്ലോർ ലെവലിൽ നിന്ന് 110 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു 6 മോഡിയുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 2 പ്ലഗും 2 സ്വിച്ചുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ സീലിംഗ് ലൈറ്റ്സ്, ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് മെയിനായിട്ട് നമ്മൾ സീലിംഗ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന, അതായത് കോൺക്രീറ്റിൻ്റെ അകത്തിടാൻ പറ്റുന്ന സീലിംഗ് ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഏരിയയാണ് ഡ്രസ്സിങ് ഏരിയ. നല്ലൊരു വിസ്താരമുള്ള ഡ്രസ്സിങ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഈ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സ് 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സീലിങ്ങിൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിങ്ങിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ബാത്റൂമിൻ്റെ അകത്തേക്കാണ്. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്ന സെക്ഷൻ ആദ്യമേ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കുളിക്കുന്ന ഏരിയ എല്ലാം ഒരേ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ബാത്റൂമിൽ സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തു. ഹീറ്ററിന് ഓപ്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു LEDയുടെ ഒരു കൺസീൽഡിൻ്റെ ഒരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം, അതായത് നല്ല വലിപ്പമുള്ള ഒരു റൂമിൽ നമുക്ക് എങ്ങനെ കട്ടിൽ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് അത് നല്ല വലിപ്പം കിട്ടുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാവുന്ന ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.